ഒരുപാട് സമയം പഠിച്ചിട്ട് മാർക്ക് വിചാരിച്ചത്ര കിട്ടാത്തവർക്കുള്ള ഒരു പ്രത്യേക വീഡിയോ ആണ്. അത് മാത്രമല്ല, കൂടുതൽ സമയം ഇതിനായിട്ട് ചെലവഴിക്കുന്ന, എന്നാൽ ഒരു സമയവും എൻ്റർടൈൻമെൻറ്റിനൊന്നും കിട്ടുന്നില്ല, ഞാൻ വെറും പഠനത്തിൽ മുഴുകിപ്പോയി എന്നുള്ളവർക്ക് കൂടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അതായത് കാര്യത്തിലോട്ട് വരാം. നിങ്ങൾ ഒരുപാട് സമയം പഠിക്കുന്നുണ്ട്, പക്ഷേ ഈ എക്സാം പേപ്പർ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല, എക്സാം പേപ്പർ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത്ര പഠിച്ചിട്ട് എന്തേ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, എൻ്റെ കൂടെയുള്ള ആൾ ഇത്രയൊന്നും പഠിക്കുന്നില്ല, അവൻ ഫുൾ ടൈം ഫോണിലുണ്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ഓൺലൈനിലുണ്ട്, സ്റ്റോറി ഇടുന്നുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, ബട്ട് ഇന്നെക്കാളും മാർക്ക് അവൻക്കാണ് അല്ലെങ്കിൽ അവൾക്കാണ്. ഇതിൻ്റെ കാരണം എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഹാർഡ് വർക്കാണോ സ്മാർട്ട് വർക്കാണോ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാനും ഇനി ബാക്കി എന്ത് കാര്യത്തിലാണെങ്കിലും ഹാർഡ് വർക്ക് ഓർ സ്മാർട്ട് വർക്ക്? ഞാൻ പറയുന്നുണ്ട് സ്മാർട്ട് വർക്കിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ സാറേ ഒന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഈ സ്മാർട്ട് വർക്ക്? അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നിത്യേന ചെയ്യുന്ന കാര്യം തന്നെയാണ്, പക്ഷെ ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു നിങ്ങൾക്കൊരു 2 month, അതായത് ആഫ്റ്റർ 2 month, ഒരു 2 മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഏത് എക്സാം വരുന്നുണ്ടോ ആ എക്സാമിൽ നിങ്ങൾ ഇപ്പോൾ വാങ്ങുന്നതിനേക്കാളും ഒരു 20-30% എങ്കിലും മാർക്ക് കൂടുതലുണ്ടാവും. നെക്സ്റ്റ് 2 month കഴിയുമ്പോൾ അത് വീണ്ടും ഇരട്ടിയാവും. അതിങ്ങനെ ഇരട്ടിയിലേക്ക് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ആനുവൽ എക്സാം ആകുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങൾ ഫുൾ മാർക്കിലേക്ക് എത്തിയിരിക്കും, ഫുൾ A+ എത്തിയിരിക്കും, ഫുൾ Aയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കും. അതെന്താണ് സാറേ ഇത്രയ്ക്ക് ഉറപ്പ് പറയാൻ കാരണം? യെസ്, നമുക്ക് നോക്കാം. അതായത് ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത്? അതല്ല, ഞങ്ങൾ കുറേ സമയം പഠിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഒരു 3 week ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് വെറുതെ പറയുന്നല്ല മക്കളെ, നമ്മുടെ വേൾഡിൽ തന്നെ തെളിയിച്ച കാര്യം വെച്ചിട്ടാണ്. അതായത് ഹാർഡ് വർക്കാണോ സ്മാർട്ട് വർക്കാണോ ഏറ്റവും കൂടുതൽ മൈൻഡിൽ നിലനിൽക്കുക അല്ലെങ്കിൽ ഏത് വർക്കിലും വേണ്ടതെന്ന് നമ്മുടെ വേൾഡിൽ തന്നെ തെളിയിച്ച കാര്യമാണിത്. അതായത് നമ്മുടെ ഒരു ഹ്യൂമൻ്റെ സൈക്കോളജി പ്രകാരം തെളിയിച്ച കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമുക്ക് ആദ്യം വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി ടാസ്ക് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി ടാസ്ക്, ഒരു ടാർഗറ്റ് വെക്കുക എന്നുള്ളതാണ്. അതായത് എന്താണ് ഈ ഡെയിലി ടാർഗറ്റ്? റൈറ്റ്, ഡെയിലി ടാർഗറ്റ്സ്. എന്താണ് ഈ ഡെയിലി ഒരു ടാർഗറ്റ് കൊടുക്കേണ്ട കാര്യങ്ങൾ? അതായത് നിങ്ങൾ എത്ര മണിക്കൂറാണ് പഠിക്കുക എന്നുള്ളതും നിങ്ങൾ എന്താണ് ഇന്ന് പഠിച്ചു കഴിയുക എന്നുള്ളതും നിങ്ങൾക്കൊരു ബോധമുണ്ടായിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഫിസിക്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ 3 ടോപ്പിക്കുകൾ നിങ്ങളൊരു ടാർഗറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി പിന്നെ അതുപോലെ തന്നെ അത് പഠിച്ചെടുക്കാൻ വേണ്ട സമയം 1 മണിക്കൂർ എന്ന് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ടാർഗറ്റ് വെച്ചു. പിന്നെ അടുത്തൊരു 1 hour നിങ്ങൾ പഠിച്ചെടുക്കുന്ന ഒരു കെമിസ്ട്രി ആണെന്ന് വിചാരിക്കാം. കെമിസ്ട്രിയിലെ 1ാമത്തെ 2 ടോപ്പിക്. ഇങ്ങനെ നിങ്ങളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ എനിക്കൊക്കെ ചെറുപ്പത്തിലുണ്ടായ ഒരു അനുഭവം, ഒരുപാട് ടാർഗറ്റ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഒരിക്കലും ചെയ്യരുത് മക്കളെ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് മാത്രമേ ടാർഗറ്റായിട്ട്, ഒരു ലക്ഷ്യമായിട്ട് നിങ്ങൾ വെക്കാൻ പറ്റുള്ളൂ. അതൊരു ഡെയിലി നിങ്ങൾ സെറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് 3 week നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റമുണ്ടാവും. 4ാമത്തെ ആഴ്ചയിൽ നിങ്ങൾക്ക് മാറ്റം കണ്ടു തുടങ്ങും. ഇന്നൊരു ഡെയിലി ടാസ്ക് സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് നിങ്ങൾ എഴുതി വെച്ചിട്ട് നാളെ തന്നെ മാറ്റം ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാറ പൊട്ടിക്കുന്നതിന് സമമാണ്. അതായത് പാറ പൊട്ടിക്കുന്നത് ഒറ്റ അടിയിൽ തന്നെ ഒരു പക്ഷേ പാറ പൊട്ടണമെന്നില്ല. അത് 1, 2, 3, 4 എന്തിന് ചിലപ്പോൾ 100 അടിയിലായിരിക്കും പൊട്ടുന്നത് എന്ന് വിചാരിച്ച് പാറ പൊട്ടുന്നത് 100ാമത്തെ അടിയിലാണെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. മുമ്പ് അടിച്ച 99 അടിയും അതിൻ്റെ ബാധകമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരു 3 week നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, നിങ്ങൾ നോക്കണം. അതാണ് 1ാമത്തെ കാര്യങ്ങൾ. സ്മാർട്ട് വർക്കിലും ഏറ്റവും കൂടുതൽ മാർക്ക് ലോകത്ത് തന്നെ വാങ്ങി അച്ചീവ് ചെയ്ത് വിജയിച്ച ആൾക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. റൈറ്റ്, ഡെയിലി ടാർഗറ്റ് അത് നിങ്ങൾ സെറ്റ് ചെയ്യണം. എന്നും നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ടാർഗറ്റായിട്ട് വെക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ഒരു ഗോളായിട്ട് നിങ്ങളെ മാറ്റണം. 2ാമത്തെ കാര്യമാണ് ഗോൾഡൻ ഹവർ റൂൾ. ഇതൊരു റൂൾ, ഒരു തിയറി ആയിട്ട് നിങ്ങൾ കൊണ്ടുവരാം. എന്താണ് ഈ തിയറി എന്ന് ഉദ്ദേശിക്കുന്നത്? ഗോൾഡൻ ഹവർ റൂൾ ഒന്നുമില്ല മക്കളെ, പഠിക്കുന്ന സമയം ഏറ്റവും വിലപ്പെട്ടതായിരിക്കുക. ഗോൾഡൻ ഹവർ റൂൾ എന്നുള്ളതാണ് 2ാമത്തെ കാര്യം. നിങ്ങൾ 7 to 10 PM ആണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു 3 hour നിങ്ങളുടെ ഗോൾഡൻ ഹവർ ആക്കി നിങ്ങൾ മാറ്റണം.
ഗോൾഡൻ ഹവർ ആക്കി മാറ്റണം. അതെന്താണ് അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഉണ്ടാവാൻ പാടില്ല. വേറെ എന്ത് കാര്യമുണ്ടെങ്കിലും മൊബൈൽ ഫോണിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോകാൻ പാടില്ല. നിങ്ങൾ വീട്ടിലെ ചെറിയ കുട്ടികൾ കളിക്കുന്നുണ്ട്, ഓക്കെ, ഒരു 5 മിനിറ്റ് അവരെ കൂടെ കളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞത് പാടില്ല. ഗോൾഡൻ ഹവർ ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ഏതാണോ അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇറ്റ്സ് ഗോൾഡൻ ഹവർ റൂൾ. ഇതൊരു നിയമമാണ്, ഇതൊരു തിയറിയാണ്. ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഞാൻ പഴയ ഹാർഡ് വർക്കിലേക്ക് തന്നെ വരും, വീണ്ടും ഞാൻ പഴയ മാർക്കിലേക്ക് തന്നെ വരും. എനിക്കതല്ല വേണ്ടത്, എനിക്ക് പുതിയ മാർക്കാണ് വേണ്ടത്. സാറ് പറഞ്ഞ പോലെ 3 വീക്കെങ്കിലും ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ. അതുകൊണ്ട് ഈ ഗോൾഡൻ ഹവർ റൂൾ, അത് നിങ്ങളൊരു 1 ഹവറാണ് നിങ്ങൾ സെറ്റ് ചെയ്തെങ്കിൽ ആ 1 ഹവർ നിങ്ങളുടെ ഗോൾഡൻ റൂളാണ്. അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റിക്കാൻ പാടില്ല. ഇനി വെറും 30 മിനിറ്റ്സ് ആണ് നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റിവെച്ചെങ്കിൽ ആ 30 മിനിറ്റ്സിൽ 1 മിനിറ്റ് പോലും നിങ്ങളുടെ മൈൻഡ് വേറൊന്നിലേക്കും ചലിക്കാൻ പാടില്ല. ഇതിലേക്ക് തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് 2ാമത്തെ റൂള്, സ്മാർട്ട് വർക്ക് ആയിരിക്കാനും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാനും. 3ാമത്തെ കാര്യങ്ങളാണ് സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ കുറച്ച് ടാർഗറ്റുകൾ എഴുതി വെച്ചു. നിങ്ങൾ ഇന്ന് കുറച്ച് നിങ്ങളുടേതായിട്ടുള്ള ഇന്ന് പഠിച്ചെടുക്കേണ്ട കുറെ കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് സമയത്തോടടുത്തപ്പോൾ എല്ലാവർക്കും ഉണ്ട കാര്യമാണ്, ഇന്ന് ഇത്രയും സമയമായി, നാളെ രാവിലെ പഠിച്ചാലോ. ഇതിൻ്റെ പേരാണ് പ്രോക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കുക എന്നുള്ളത്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഇന്ന് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ന് പകുതി മുക്കാലും കുട്ടികളിൽ മാർക്ക് കുറയാനുള്ള പ്രധാനപ്പെട്ട റീസൺ ഇത് തന്നെയാണ്, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നു. 3ാമത്തെ റൂളായിട്ട് വേൾഡിൽ തന്നെ ഏറ്റവും കണ്ടുപിടുത്തങ്ങൾ, അതായത് ഏറ്റവും ടോപ്പ് ലെവലിലെ കുട്ടികളുടെ കാര്യങ്ങൾ എടുത്തു നോക്കിയപ്പോൾ അവരാരും ഈ ഒരു സംഭവം ചെയ്യാനല്ല, നീട്ടിവെക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് മക്കളെ പറയുന്നത് സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. നീട്ടിവെക്കാൻ പാടില്ല. രാവിലെ ആവട്ടെ, രാവിലെ ആകുമ്പോൾ തോന്നും ഓക്കെ കുറച്ചും കൂടി സമയം കഴിയട്ടെ, ഇന്ന് സ്കൂളില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്തായിരിക്കും 11 മണി, ഉച്ചക്ക് 11 മണി മുതൽ പഠിക്കും. 11 മണിയാകുമ്പോൾ തോന്നും കുറച്ച് റീൽ കാണട്ടെ, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് 2 മണി മുതൽ ഞാൻ പഠിക്കും. 2 മണിയാകുമ്പോൾ തോന്നും ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ ഇന്ന് ഞാൻ കിടക്കട്ടെ, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാതെ പഠിക്കും. രാത്രിയാവുമ്പോൾ വീണ്ടും വിചാരിക്കും നാളെയാവട്ടെ. സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേഷൻ 3ാമത്തെ റൂൾ. 4ാമത്തെ റൂളിലേക്കാണ് വരുന്നത്, യൂസ് ലേറ്റസ്റ്റ് ടൂൾ. അതായത് നിങ്ങൾ നിലവിൽ എന്തൊക്കെ ടൂൾസുകളാണോ യൂസ് ചെയ്തിട്ടുള്ളത്, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള പല മെറ്റീരിയൽസ് ഉണ്ടാവും. സ്ഥിരം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സംഭവത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്നെന്ത് ചെയ്യുക, ടൂൾസുകളൊക്കെ യൂസ് ചെയ്യാം. അതായത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. വേണമെങ്കിൽ ചിലപ്പോൾ ടാബ് ഉപയോഗിച്ചിട്ട് പഠിക്കാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് സാധ്യമാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. സാധ്യമാക്കാൻ കഴിയുന്നവരാണെങ്കിൽ യൂസ് ലേറ്റസ്റ്റ് ടൂൾ. 4ാമത്തെ റൂൾ, സ്മാർട്ട് വർക്കിലേക്കും നിങ്ങൾക്ക് അടുത്ത 3 മന്തിലേക്ക് സ്കൂളിൽ നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാനുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് ഇത് പറയുന്നത്. 4ാമത്തത് അല്ലെങ്കിൽ 5ാമത്തെ ലാസ്റ്റ് റൂളാണ് സെൽഫ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ നിങ്ങളിങ്ങനെ എഴുതണം. സെൽഫ് അനാലിസിസ് എല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് നിങ്ങളിങ്ങനെ എഴുതി വെക്കണോ. ഓക്കെ, ഫിസിക്സിലെ 1ാമത്തെ ചാപ്റ്റർ ആയിരുന്നു എൻ്റെ ടാർഗറ്റ്. ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകണം. ഓക്കെ, ടാർഗറ്റ് അച്ചീവ് ചെയ്തു, ഞാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ ടാർഗറ്റ് ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. ഇനി കെമിസ്ട്രിയിലെ 1ാമത്തെ ടോപ്പിക് അല്ലെങ്കിൽ 1ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ ടോപ്പിക്ക് ഞാൻ പഠിക്കുന്നു പറഞ്ഞിരുന്നു, ടിക്ക് ചെയ്യുക. സോഷ്യലിലെ 1ാമത്തെ ചാപ്റ്ററിലെ പകുതിയോളം ഞാൻ ഇന്ന് പഠിക്കുമെന്ന് വിചാരിച്ചിരുന്നു. ഇങ്ങനെ ടിക്ക് ചെയ്ത് പോയിട്ട് നമ്മൾ അവസാനത്തേക്ക് എത്തുമ്പോൾ എത്ര ടിക്കുകൾ വന്നു. അപ്പം ചിലത് നിങ്ങളിങ്ങനെ എഴുതുമ്പോൾ അവിടെ നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ നേടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കണം ഇന്നത്തെ ദിവസം ഞാൻ എത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്തു. 4 കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിരുന്നു, പക്ഷെ എനിക്ക് 3 എണ്ണം മാത്രമേ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. നോ, ഇതും ടിക്കായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ പറയുന്ന മാർക്ക് നിങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഒരുപാട് സമയം പഠിച്ചു, ഒരുപാട് സമയം പഠിച്ചു, പക്ഷെ ഒരു കാര്യമില്ല മക്കളെ. ഞാൻ വീണ്ടും പറയാണ്, ഒരുപാട് കുത്തിരുന്ന് പഠിച്ചിട്ടും ഒരുപാട് കുത്തിരുന്ന് എഴുതി പഠിച്ചിട്ടും ഞാൻ പറയുന്നു അത് വെറുതെ സമയം വേസ്റ്റാണ്. ഞാൻ പറയുന്ന രീതി, കൊടുക്കുന്ന ഗോൾഡൻ ഹവർ റൂളൊക്കെ നമുക്ക് പ്രത്യേകം വേണം. പ്രോക്രാസ്റ്റിനേഷൻ നീട്ടിവെക്കാതിരിക്കുക എന്നുള്ളത്, സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേഷൻ. ഇതൊക്കെ നിങ്ങൾ
ഇതിലേക്കൊന്ന് പഴിച്ചു നോക്കൂ. ഞാൻ ഗ്യാരണ്ടി തരികയാണ്. ഇത് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ വെറും കേരളത്തിലെ പിള്ളേരെ വെച്ചിട്ടോ വെറും ഇന്ത്യയിലെ പിള്ളേരെ വെച്ചിട്ടോ ഉള്ള ഒരു കണക്കല്ല മക്കളെ. ഇത് ലോകത്ത് തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തി നിൽക്കുന്ന സ്റ്റുഡൻസിൻ്റെ മാർക്ക് വെച്ച് നോക്കി അവരോട് ചോദിച്ച് അവർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. മക്കളെ, നിങ്ങൾ വിചാരിക്കുക ഹാർഡ് വർക്ക് ചെയ്തിട്ടും മാർക്ക് ഇല്ലാതിരിക്കലാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ സ്മാർട്ട് വർക്കിലൂടെ ഏറ്റവും ക്ലാസ്സിലെ ടോപ്പർ ആവുകയാണ് എന്നതാണോ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യും. എന്നിട്ട് 3 വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്ക്. നമുക്ക് നോക്കാം ഇത് സെറ്റാണോ അല്ലയോ എന്നുള്ളത്.